വചനം 36 വാക്കർത്ഥം. ഫമാലില്ലദീന കഫറു, എന്നാൽ അവിശ്വസിച്ചവർക്കെന്താണ്, ഖിബലക, നിന്റെ മുമ്പിൽ, നേരെ, അടുക്കൽ, മുഹ്തിഈന, കഴുത്തു നീട്ടി നോക്കി, ബദ്ധപ്പെട്ടു, വിറളിയെടുത്തു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. فَمَالِ الَّذِينَ كَفَرُوا قِبَلَكَ مُهْطِعِينَ, എന്നാൽ അവിശ്വസിച്ചവർക്ക് എന്താണ്, അവർ നിന്റെ മുമ്പിൽ കഴുത്ത് നീട്ടി നോക്കി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. വചനം 37 വാക്കർത്ഥം. അനിൽ യമീനി, വലതുഭാഗത്തുകൂടെ, വലത്തോട്ട്, വഅനിശ്ശിമാലി, ഇടതുഭാഗത്തുകൂടെയും അഥവാ ഇടത്തോട്ടും, ഇസീൻ, കൂട്ടങ്ങളായിട്ട്, ചിതറിപ്പിരിഞ്ഞുകൊണ്ട്. അനിൽ യമീനി വഅനിശ്ശിമാലി ഇസീൻ, വലത്തോട്ടും ഇടത്തോട്ടും കൂട്ടങ്ങളായി ചിതറിക്കൊണ്ട്. വചനം 38 വാക്കർത്ഥം. അയത്തുമഉ, മോഹിക്കുന്നുവോ, ആശിക്കുന്നുവോ, കുല്ലുംരിഇൻ, എല്ലാ മനുഷ്യനും, ഓരോ മനുഷ്യനും, മിൻഹും, അവരിൽ നിന്നുള്ള, അയ്യുദ്ഖല, അവൻ പ്രവേശിപ്പിക്കപ്പെടുമെന്ന്, പ്രവേശിപ്പിക്കപ്പെടുവാൻ, ജന്നത നഈം, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ. അയത്മഉ കുല്ലു ഇംരിഇൻ മിൻഹും അൻ യുദ്ഖല ജന്നത നഈം, അവരിൽ എല്ലാ ഓരോ മനുഷ്യനും മോഹിക്കുന്നുണ്ടോ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുമെന്ന്. വചനം 39 വാക്കർത്ഥം. കല്ല, അതു വേണ്ട, അങ്ങനെയല്ല. ഇന്നാ ഖലഖനാഹും, നിശ്ചയമായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിമ്മാ യഅലമൂൻ, അവർക്ക് അറിയാവുന്ന വസ്തുവിൽ നിന്ന്. കല്ലാ ഇന്നാ ഖലഖനാഹും മിമ്മാ യഅലമൂൻ, അതു വേണ്ട, അവരെ നാം അവർക്ക് അറിയാവുന്ന വസ്തുവിൽ നിന്നത്രേ സൃഷ്ടിച്ചിരിക്കുന്നത്. വചനം 36 മുതൽ 39 വരെയുള്ളതിൻ്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വെറുപ്പും അമർഷവും വെച്ചുകൊണ്ട് തുറിച്ചു നോക്കുക, അവിടുന്ന് പറയുന്ന കാര്യങ്ങളിൽ അസ്വസ്ഥരായി പ്രതിഷേധപൂർവം ഇടവും വലവും വിറളിയെടുത്തു പാഞ്ഞുപോവുക, ഇതെല്ലാം മക്കയിലെ മുശ്രിക്കുകളുടെ പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെക്കുറിച്ച് ഇവരൊക്കെ സ്വർഗത്തിൽ കടക്കുകയോ എന്ന് പരിഹാസത്തോടെ അവർ പറയുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവരുടെ ചെയ്തികളെയാണ് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നത്. അവർ അവരുടെ വ്യാമോഹങ്ങളെല്ലാം അങ്ങ് വിട്ടേക്കട്ടെ, അതൊന്നും നടക്കുവാൻ പോകുന്നില്ല. അവർക്കറിയാമല്ലോ അവരുടെ ഉത്ഭവം എന്തിൽ നിന്നാണെന്ന്. അതെ, കേവലം നിന്ദ്യമായ ഒരു വെള്ളത്തുള്ളിയിൽ നിന്നാണത്. അപ്പോൾ ഉത്ഭവം കൊണ്ടും അവർ ഒരു പരിശുദ്ധ വർഗമൊന്നുമല്ല. സത്യവിശ്വാസവും സൽക്കർമ്മവും മാത്രമാണ് അല്ലാഹുവിങ്കൽ പരിശുദ്ധതയ്ക്കുള്ള ഉപാധികൾ. അതുകൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് അവർ മോഹിച്ചിട്ട് കാര്യമില്ല. അവരെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അവരുടെ മേൽ വേണ്ട നടപടിയും എടുക്കുന്നതാകുന്നു എന്നൊക്കെയാണ് 39 വചനത്തിലെ ആ ചെറുവാക്യം മുഖേന അവരെ താക്കീതു ചെയ്യുന്നത്.